ഇന്നലെ രാത്രി മിസ്സായ തൊപ്പി നമുക്ക് ഛർദിക്കാൻ വരുന്നുണ്ട്, തലയൊക്കെ കറങ്ങുന്നുണ്ട്. ദളപതി വിജയനെ കാണുവാനുള്ള 26-ാം ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത വീടാട്ടോ ഇത്. അപ്പൊ ഇന്നലത്തെ രാത്രിത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മള് കുറച്ച് തിരക്കും കാര്യങ്ങളും ക്ഷീണമൊക്കെ ആയി പോയി. സേലത്ത് പരിചയപ്പെട്ട ഇത്തായില്ലേ, ഇത്താടെ കൂടെയാണ്. അവരുടെ മോളും ഇത്തായും ഞങ്ങളും ആയിരുന്നു ഇന്നലെ വീട്ടിലുണ്ടായിരുന്നത്. ഇക്ക ഇവിടെ ഇല്ല, ഇക്ക വർക്കായിട്ട് വേറെ സ്ഥലത്താട്ടോ. നേരെ ഇനി അവരുടെ കടയിലേക്ക് പോവാണ്. ഭക്ഷണം കഴിച്ചിട്ടില്ല, ഭക്ഷണം അവിടെ പോയിട്ട് കഴിക്കും. സമയം ഇപ്പോ 10:30 ആയിട്ടോ. ഈ ഒരു കാൽനട യാത്രയിൽ ഒത്തിരി അധികം സങ്കടങ്ങളും സന്തോഷങ്ങളും വിഷമവും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരു വ്ളോഗാണ്. അപ്പം ഇത് ഞങ്ങൾക്ക് വീട്ടിൽ പോയാലും കാണണം, നെഗറ്റീവ് പറയുന്നവർക്കും കാണണം. ആ ഒരു രീതിയിലാണ് ഞാൻ എൻ്റെ ഈ ഒരു വ്ളോഗ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ എത്രത്തോളം സത്യസന്ധമാണെന്ന് നിങ്ങൾക്ക് ഈ ഒരു വ്ളോഗ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ. അപ്പൊ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക, മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളെ ഇവിടം വരെ എത്തിച്ചത്. നമുക്ക് എന്തായാലും ഒരുമിച്ച് നമ്മുടെ വിജയണ്ണനെ ഒരുമിച്ച് പോയി കാണാം. നിങ്ങളും വരണം, നമുക്കൊക്കെ ഒരുമിച്ച് പോയിട്ട് കാണാം. ബായ്. ഇവര് ഈ വീട്ടില് വാടകയ്ക്ക് താമസിക്കുന്ന കേട്ടോ. അവരുടെ സ്വന്തം വീടല്ല, സ്വന്തം വീട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ കാണുന്നത് മുഴുവനും ആക്രിയാട്ടോ. ഇവിടെ ഒരു ആക്രിക്കടയുണ്ട്. ഈ കാണുന്നത് ആക്രിക്കടയാണ്. ഒരു പിരിമിഡ് ഇരിക്കുന്നുണ്ടോ. രാവിലെ നല്ല കുക്കിംഗ് പരിപാടി കേട്ടോ. ഇതൊക്കെ ഇവിടെ ഉള്ള സാധനങ്ങളാണ്. എന്തൊക്കെയാ ഉണ്ടാക്കാനുള്ളത്? ചിക്കനൊക്കെ പൊരിച്ച് വെച്ചേക്കും കേട്ടോ. ഗുഡ് മോർണിംഗ്. എന്നാ അടിക്ക പൊറോട്ടയാ? നല്ല சூப்பரா இருக்கு. நேத்து இத்தா கூட ஸ்டே பண்ண போய் திருப்பி ரிட்டர்ன் வந்தாச்சு. രാവിലെ വീട്ടിൽ വല്ലതും പറ്റിയോ? എന്ത് പറ്റിയ? കല്ല് കയറിയതോ? ഞാൻ പേടിച്ചു പോയി. ഇവിടുത്തെ റെസ്റ്റോറന്റിലെ വർക്കേഴ്സ് ആട്ടോ. ഒരു ഫാമിലി പോലെ നമ്മുടെ റോയൽ റെസ്റ്റോറന്റിന്റെ ആൾക്കാരാട്ടോ. അപ്പൊ അവരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. പേര് പറയും. അൻസാരി. ഇതാണ് നമ്മുടെ റോയൽ റെസ്റ്റോറന്റിന്റെ വർക്കേഴ്സും അവരുടെ കുടുംബവും. നമ്മുടെ കടയുടെ ഉൾവശം എന്ന് പറഞ്ഞ ഇതാട്ടോ. മിഠായി അതുപോലെ ബാക്കിയുള്ള സകല സാധനങ്ങളും അവിടെ ഉണ്ട്. അവിടെ ഇത് വർക്ക് ചെയ്യാം. അതാണ് ഞങ്ങളുടെ ചക്കരക്കെത്തി. പൊറോട്ടയും അതിന്റെ സാറിനെയും എങ്ങനെയുണ്ട്? ചായ ഉണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇക്കൊക്കെ ലൈറ്റ് ചായ, എനിക്ക് കുറച്ച് സ്ട്രോങ് ചായ. നമുക്ക് വിജയനെ കാണാൻ പോവാ. ശരിപ്പിട്. ഇട്ടേ വിജയനെ കാണാൻ ഞങ്ങളോട് വരികയാണ്. പോവാ. പൈസ എന്നെ അടിച്ചു തരൂല. ഗൈസ് എന്റെ കൂടെ ഒരു ഇക്കാണ്ട്. ഇക്ക മലപ്പുറത്തെ ലോഡ് ആയിട്ട് വരുന്നത്. എന്ത് ലോഡ് ഇക്കാ? കട പേരെന്തായിരുന്നു? സുൽഫിക്കർ. മലപ്പുറത്തോടെ ഇടവണ്ണ ലോഡായിട്ട് വന്ന് വണ്ടി നിർത്തി ഭക്ഷണം കഴിക്കാൻ വന്നപ്പോ എവിടെയോ നല്ല കണ്ടുപരിചയം എന്ന് പറഞ്ഞ് വന്നേ കേട്ടോ. എനിക്ക് നേരത്തെ പരിചയമുണ്ട്. ഞാൻ ശങ്കരി സിമെന്റ് ഓടാൻ പോയപ്പോ അവിടെ വന്നോണ്ടിരുന്ന കേട്ടോ. കുറെ നേരം സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് കറക്റ്റ് ആയത്. കണ്ടതിൽ ഒത്തിരി സന്തോഷം. അറിയോ? ഇനി ഇത് കണ്ടോളൂ. കഥ പറഞ്ഞ് ഇവിടുന്ന് പോകത്തില്ലെന്നാ തോന്നുന്നത്. അവിടെ 3 പേരുടെ ഭയങ്കര ചർച്ചയാട്ടോ. സമയം ഇപ്പൊ 12 മണി കഴിഞ്ഞ്. പിന്നെ വെയിലും കൂടെ കുറഞ്ഞിട്ട് ഇറങ്ങാന്ന് വിചാരിച്ചു. ഉച്ചഭക്ഷണം കഴിച്ച് ഇവിടുന്ന് ഇറങ്ങും കേട്ടോ. സമയം ഇപ്പൊ 4 മണിയായി. എല്ലാരും ഓരോരോ പരിപാടി ആയിട്ട് ഓരോ സൈഡിലാട്ടോ. ചേച്ചി അവിടെ ഭക്ഷണം കഴിക്കാണ്. വരൂ. ഒളിച്ചിരിക്കാണ്. ഇവിടെ നമ്മൾ നേരെ ഇന്നലെ ടോൾ പ്ലാസ പോയില്ലേ, അങ്ങോട്ട് പോകും. പവറിനകത്താട്ടാ കേറാ. അവനങ്ങനെ നമ്മളെ ആക്കിട്ട് പോവാട്ടോ. അവൻ ആദ്യമായിട്ട് ടോളിന്റെ ഇങ്ങോട്ട് വരുന്നത്. നമ്മളങ്ങനെ തിരിച്ച് നമ്മുടെ ടോളിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. സമയം ഇപ്പോ 4:30 ആയി. നമ്മുടെ ഇന്നത്തെ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് വൈകുന്നേരം 4:30. എന്താ നല്ല അടിപൊളി. എന്താ കാരണം എന്താ അറിയോ? എന്ത് ചൂടേനു അതിനത്. തുടങ്ങല്ലോ നമുക്ക്. എന്റെ തൊപ്പി ഉണ്ടോ നോക്കണേ. തൊപ്പി മിസ്സായി. ഇവിടെ എല്ലാം കൊണ്ട് കളയും. ഇന്നലെ രാത്രി മിസ്സായ തൊപ്പി ഞാൻ ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞത് വൈകിട്ട് റൂമില് ബാഗിന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞേ. കുപ്പി വെള്ളം എടുത്തില്ലേ? അപ്പൊ പോയതാ.
ഗൈസ് സ്റ്റോള് കഴിഞ്ഞ പറഞ്ഞ കണ്ട കാഴ്ച കേട്ടോ. ചക്ക ഇത് നമ്മുടെ മറ്റേ അണ്ടിപ്പഴം ഉണ്ടല്ലോ അത്, ഇത് ചക്ക, ഇത് തേങ്ങ, പറങ്കി മാങ്ങ, ആ, അണ്ടിപ്പഴല്ല. അണ്ടിപ്പഴം പെട്ടെന്ന് വായി കിട്ടിയാണ്. എനിക്ക് ചക്ക വയ്ക്കി അടിക്കടിക്ക് വെച്ചേക്കുന്നത് കൊറേ ഉണ്ട് കേട്ടോ. അതേപോലെ ചക്കയൊക്കെ തൊലിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. എനിക്ക് ചക്ക വേണോടാ. ചക്ക വേണമെങ്കിൽ വാങ്ങിട്ട് ഇപ്പൊ അല്ലേ ഇത് വയറ് ഫുള്ളാക്കിയത്. എനിക്ക് ചക്ക ചക്ക വേണേ ഞാൻ അവിടുത്തെ കുറച്ച് ചക്കയുള്ളെന്ന് നടത്താം കേട്ടോ. പക്ഷെ ഇവിടെ അങ്ങനല്ല, ഒരു ഏരിയ മൊത്തം ചക്കയാണ്. ഇത് കേരളല്ല, ഇത് തമിഴ്നാട്. അതുകൊണ്ട് അങ്ങ് അറ്റം വരെ ഇരിക്കുന്ന മുഴുവനും ചക്ക കേട്ടോ. ചക്കടാ ചില്ലുകൂട്ടിലാക്കി വെച്ചേക്കുന്നുണ്ടോ ചക്ക. ചക്കയുടെ വലിപ്പം കണ്ടോ, എന്താ പെരുസ് ചക്ക, ചെറിയ ചക്ക. ചില്ലുംകൂട്ടിന്ന് ചക്ക വാങ്ങിക്കാൻ പോണ്. അയച്ചു നോക്ക്, കൊറേ കടയുണ്ട് കേട്ടോ. നമ്മൾ അറ്റത്തെ കടയിൽ നിന്ന് വാങ്ങിക്കാതെ ചോദിച്ചു. ടോൾ റോഡ് നമ്മൾ താണ്ടി അയച്ചു. ഇനി അന്ത പക്കം പോയിട്ടോ. ഇപ്പൊ കിട്ടിയ മോന്തക്കടി ഉദ്ദേശണ്ടാ. ആ താങ്ക് യു താങ്ക് യു. ഞങ്ങളിപ്പോ ചെങ്കുറിച്ചിയിൽ എത്തിയിട്ടുണ്ട്. വീടൊക്കെ പണിയുന്നതിന്റെ ഒരു കമ്പ് കണ്ടില്ലായിരുന്നു തോട്ടത്തിൽ നിന്ന് കുറച്ചോണ്ട് വരുന്നത്. ആ കിടക്കുന്ന വണ്ടിയിൽ മൊത്തം അതിന്റെ ലോഡാ കേട്ടോ. അതുകൊണ്ടാ 3 വണ്ടി കിടപ്പുണ്ട്. അപ്പുറത്ത് പറയാ നാളെ ഈ മരത്തിന്റെ അടിയിൽ കിടക്കുന്നുണ്ടോ, ഇത് മുഴുവൻ ഇവിടെയുള്ള വേസ്റ്റ് കൊണ്ട് തള്ളിയിട്ടേക്കുന്ന കേട്ടോ. പെട്ടെന്ന് നമ്മള് നോക്കുമ്പോ എന്തോ കളർ പെൻസിൽ വെച്ച് വരച്ചിട്ട പോലെ ഉണ്ട്. മരത്തിന്റെ വളമാണ് വേസ്റ്റ്. ചക്ക നിന്നിട്ട് ടേസ്റ്റ് ഉണ്ടേ. ആൾക്കാരല്ല മിച്ചറ്, ചിപ്സ്, തണുത്ത വെള്ളം, 2 ഗ്ലാസ്. ഇത് കൂടെ നടന്നു വരുന്നവര് 2 അടിച്ച് ഫ്രീ ആയിട്ട് പോകാൻ വേണ്ടി നടന്നു വരും. അവര് റോഡ് സൈഡിൽ വണ്ടി വെച്ചിട്ട് താഴെ പോയിട്ട് വരുന്നുണ്ട്. നമ്മൾ നടക്കുന്ന ഭാഗം മുഴുവനും തണലാട്ടോ. മരത്തിന്റെ തണല് പറ്റി സുഖമായിട്ട് നടന്നു പോവാ. ചക്ക വേണോ ചക്ക. ലൈറ്റ് മധുരം കേട്ടോ. ട്രാക്ടർ കയറിക്കൊണ്ട് വരുന്നുണ്ടോ. കച്ചി റെഡിയാക്കുന്ന മെഷീനും വണ്ടി കേട്ടാ കിടക്കുന്നേ. ചില വൈക്കോല് പൊട്ടാ ആ കിടക്കുന്നുണ്ടോ. 3-4 വണ്ടി കിടപ്പുണ്ട്. എന്തോ പാടത്തിന്റെയോ അങ്ങനെ എന്തോ ഒരു വണ്ടി കാര്യങ്ങളൊക്കെയാണ്. നമ്മള് ഉണക്കാനിട്ട ചോളം തൂത്ത് വാരി കൂട്ടി എടുക്കാണ്. നമ്മളൊരു ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാട്ടോ. ഇവിടെ ചായ കുടിച്ച് നമ്മളിവിടുന്ന് പോവാണ്. തലയൊക്കെ കറങ്ങുന്നുണ്ട്, എന്താ അറിയില്ല. നമ്മുടെ നാട്ടിലെ പോലെ കട്ടൻ ചായ അല്ല കേട്ടോ. നല്ല കടുപ്പാണ് ചായക്ക്, ഒരു കഴിച്ച ചവ. എന്തായാലും ഒരു പൊടിക്കാപ്പിന്റെ അല്ലേ പക്ഷേ കട്ടൻ കാപ്പില്ലേ അതിന്റെ അല്ലേ ഒരു കളർ അല്ലേ. ഇവിടെ നമ്മുടെ കട്ടൻ ചായക്ക് പറയുന്ന പേര് വരട്ടി. വരട്ടി. തമിഴ്നാട്ടിൽ നമ്മള് വലിയ ഫ്ലെക്സ് കണ്ടിട്ടില്ലേ, അത് കെട്ടാൻ വേണ്ടിട്ട് കമ്പ് കെട്ടിക്കൊണ്ടിരിക്കാണ്. ഇന്നെ മണ്ട കയറുന്ന കെട്ടാന് നല്ല വലിപ്പമുണ്ട് കേട്ടോ. നമ്മളവിടെയൊക്കെ ബിൽഡിംഗ് പണിയില്ല അതുപോലെ. ആ കാണുന്നുണ്ടോ വെള്ളം കിടക്കുന്നേ, ഇത് മുഴുവൻ ഒരു പുഴയാട്ടോ. അവിടെ ഇപ്പൊ വെള്ളം പറ്റി തരിശു ഭൂമി പോലെ കിടക്കുന്നത്. എന്റെ മോനെ എന്നാ വറ്റല് പറ്റിയതായിരിക്കും അല്ലെ. ചൂടാണ്. നല്ല അടിപൊളി ഒരു സൺസെറ്റ്. എന്ത് രസമാണെന്ന് നോക്കിയ ബാക്ക്ഗ്രൗണ്ട്, വേറെ ലെവല്. ആ നിൽക്കുന്ന മരം എന്താണെന്നറിയോ, ഈ കാണുന്ന ഉള്ളില് ചുവപ്പ് കളറില് അതാണ് ഈത്തപ്പന മരം. മുള്ളുണ്ടാ ഇവിടെ ഈത്തപ്പഴേ കാരക്ക. ഇതുണ്ടോ തമിഴ്നാട് കാരക്ക. മധുരമൊന്നുമില്ല, തിന്നത് വെറുതെ ആയി പോയിട്ടെ. ഭയങ്കര ചോർപ്പ്, ഉണങ്ങി കഴിഞ്ഞ് ഒരു പരുവായി. എങ്ങനെയുണ്ട് തിന്ന് നോക്കിട്ട്. നമ്മളവിടേക്കാണ് വണ്ടി സർവീസ് ചെയ്യുന്ന കടയ്ക്കകത്തും ഷോറൂമിലൊക്കെ അല്ലേ. ഓ റോഡ് സൈഡില് തമിഴ്നാട്ടിൽ ഇതുപോലുള്ള കാഴ്ചയൊക്കെ സുപരിചിതമായിട്ടുള്ള കാഴ്ചകളാണ്. ആ ചേച്ചിയുടെ കൂടി ഇന്ന് കച്ചവടം ചെയ്തോ. ഈ വണ്ടി നിറച്ച് ചക്കയാണ്. കണ്ടോ വലിയ ഫ്ലെക്സ്, ഇതാണ് കല്യാണത്തിന്റെ ഫ്ലെക്സ്. അപ്പുറത്ത് കണ്ടോ, പോയി നോക്കാം. കണ്ടോ വൈക്കോല്, ചെറിയ വീട്, വിത്ത് കറക്കി പോറേ. ഇത് എണ്ണ വിത്ത് വിത എണ്ണത് പക്കാച്ചളോ കാട്ട മുടിയുമാ. ഇത് മൊത്തമായിട്ട് இருக்கோ മൊത്തമാ. ഓക്കെ നാ ഫസ്റ്റ് ടൈം ഇത് പാക്കറേ. പാത്രത്തിൽ നിന്ന് എടുത്തെടുത്ത് അതിനകത്ത് ഇട്ടിട്ട് വെക്കാ. കൊഞ്ചം കാട്ട മുടിയുമാക്കാ. ഇതാ അത്. ആ മറ്റേ ചോളം സിവപ്പ് കളറിൽ ഇருக்கு. മറന്നു എന്താ വെച്ചാല് നമ്മള് ചോളം ഉണ്ടല്ലോ. ഓക്കെ അത് പോതും. അത് മരുന്ന് ചേർത്തിട്ട് ഇവരിത് വിത്തിടുക കേട്ടോ. നല്ല രസമുണ്ട്. അതുണ്ടോ ഇട്ടിട്ട് വരുന്നുണ്ട് അതിന്റെ ഉള്ളിലോട്ട്. ഇതാണോ ഇത് മൊത്തമായി ഇത് താനാ. ഓക്കെ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം നോക്കി. ഒരു അപ്പൂപ്പ നടന്നു വരുന്നുണ്ടോ. ഇതൊക്കെയാണ് നമ്മുടെ തമിഴ്നാട്ടിലെ വെറൈറ്റി ആയിട്ടുള്ള കാഴ്ച അല്ലേ. അതൊക്കെ ഒക്കെ ഇട്ടിട്ട് വരുന്നുണ്ടോ. അതുണ്ടോ ഒരാൾ ഇവിടുന്ന് അങ്ങോട്ട് പോകും, ഒരാൾ അവിടുന്ന് ഇങ്ങോട്ട് വരും. കാഴ്ച നമ്മള് ഒരു ചെറിയൊരു ബേക്കറി കയറിയേക്കോ കേട്ടോ. ഇവിടുന്ന് വെള്ളം കുടിക്കാൻ വേണ്ടിട്ട് 8 മണിയായി. ഞാനിവിടെ ചാർജ് കുത്തിയിട്ടുണ്ട് ഫോൺ. ആ മേശയിൽ കുത്തിയിട്ടിട്ടുണ്ട്. നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ലൈം കുടിച്ചു. ലൈമിന് 40 രൂപ. കണ്ടോ ഇത്ര ഉള്ളു ഗ്ലാസ്. കുടിച്ചിട്ടാണെങ്കിൽ ദാഹം തോന്നിട്ടില്ല, വയറെന്ന് പറഞ്ഞിട്ടില്ല. ജ്യൂസ് കുടിച്ച് ഇറങ്ങിട്ടോ. കുറച്ചുകൂടെ ദൂരം കഴിഞ്ഞിട്ട് നമ്മള് റെസ്റ്റ് എടുക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ ഉച്ച കഴിഞ്ഞിട്ടല്ലേ ഇറങ്ങി.
ശരീരത്തിന് കുറച്ച് നേരം ഇരുന്നതിന്റെ ഒരു ഇതുകൊണ്ട് വല്ലായ്മ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും മാക്സിമം കുറച്ചുകൂടെ ദൂരം നടക്കും. എന്നിട്ട് നമ്മൾ റെസ്റ്റ് എടുക്കുള്ളൂ. ഓക്കെ അല്ലേ? പച്ചക്കുതിര കേട്ടോ, നമ്മുടെ വീട്ടില് പച്ചക്കുതിര ഇരിക്കട്ടെ. ഇപ്പൊ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു റിവറിന്റെ മുകളിൽ കൂടെ കേട്ടോ. അത്യാവശ്യം നല്ല നീളത്തിലുള്ള പാലാണ്. ഈ ഒരു പാലത്തിന്റെ അടിയിൽ പുഴയിൽ ഒരു തുള്ളി വെള്ളമില്ല. കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല. ഇതുണ്ടോ, ഒരു തുള്ളി വെള്ളമില്ല. ഇത് അമ്പലമാലോ അയ്യാ, നല്ല രസമുണ്ട്. അതുകൊണ്ടോ, ഇത്രയും നീണ്ടു നടക്കുന്ന പാലം കേട്ടോ. പക്ഷെ ഒരു തുള്ളി വെള്ളമില്ല. എന്നാ അവസ്ഥയല്ലേ? അതെന്ത് വീട് അമ്പലോ? വഴിയിലുണ്ടാക്കി വഴിയായി ഓട്ടോമാറ്റിക് ആയിട്ട്. നമ്മുടെ അവിടേക്കാണ് ഇതുപോലൊരു വെള്ളം പറ്റുന്നതെങ്കിൽ അന്ന് അവിടെ ക്രിക്കറ്റ് തുടങ്ങും, അല്ലെങ്കിൽ ഫുട്ബോള്. നമുക്ക് ഛർദിക്കാൻ വരുന്നുണ്ട്. കാര്യം എന്താ വെച്ചാല് നമ്മുടെ ഈ സൈഡിൽ കിടക്കുന്ന മുഴുവനും വേസ്റ്റ് ആട്ടോ. കോഴിന്റെ വേസ്റ്റ്. പല്ലുവേദന ഉണ്ട്, അതിന്റെ ഗുളിക പല്ലിനകത്ത് വെച്ചിട്ടുണ്ട്. നല്ല രീതിയിലുള്ള വേസ്റ്റ് ഇട്ടുകൊണ്ട് തന്നെ അതിന്റെ മണം ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. വല്ലാത്തൊരു ഫീലാണ്. അത് ആദ്യമായിട്ടാവുമ്പോ അറിയാലോ, ആ രീതിയിലാട്ടോ. നീല ഷീറ്റ് കണ്ടോ, കുറച്ച് പാവങ്ങളായിട്ടുള്ള ആൾക്കാരുടെ വീടാട്ടോ. അതിനകത്ത് അവരവിടെ കിടക്കുന്നുണ്ട്, റെസ്റ്റ് എടുക്കുന്നുണ്ട്. അല്ലെ, വലിയ വലിയ മണിമാളികള് ഉണ്ടായിട്ട് പോലും ഏറ്റവും താഴെത്താട്ടില് അല്ലെങ്കിൽ ഒന്നുമില്ലാത്ത രീതിയിലുള്ള മനുഷ്യരും നമ്മുടെ ഈ ഒരു യാത്രയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. എന്നാ അവസ്ഥയല്ലേ? ഇതൊക്കെ നിങ്ങൾ നേരിട്ടൊന്ന് കണ്ടു നോക്കണം. അപ്പോൾ അതിന്റെ ഒരു വിഷമോ സങ്കടമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. സമയം ഇപ്പൊ 9 മണിയായി. ആ സമയത്താണ് ഞങ്ങൾ ഈ കാഴ്ച കാണുന്നത്. അതും NH റോഡിന്റെ തൊട്ട് സൈഡില് ഇവരുടെ ചെറിയ ചെറിയ കച്ചവടങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ചക്കയുടെ കച്ചവടം അങ്ങനെയൊക്കെ. അതിന്റെ ബേസ് ആയിട്ടായിരിക്കും ഇനി അവിടെ അവര് ഇരിക്കുന്നതെന്നും കൂടെ എനിക്ക് തോന്നുന്നുണ്ട്. ഹനുമാനെ കണ്ടോ? ഹനുമാനെ തൊട്ടടുത്ത ഒരാളെ കണ്ടോ? 3 റോഡ് എന്ന് വേണേൽ പറയാം. ആ രീതിയിലുള്ള സ്ഥലത്ത് ഇവിടെ കുറെ അധികം കടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഇഷ്ടംപോലെ വണ്ടിക്കാരൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട് ഫുഡ് കഴിക്കാനൊക്കെ. തട്ടുകടയിലാട്ടോ ഉള്ളത്. ഇവിടുന്ന് നമ്മള് ഭക്ഷണം പാർസൽ വാങ്ങിക്കാണ്. തട്ടുകടയ്ക്ക് ഒറ്റ പേരുള്ളൂ, തട്ടുകട. പിന്നെ ബോർഡും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടാ. നമ്മള് സ്റ്റേ ചെയ്യാൻ പറ്റുമോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി നമ്മള് പെട്രോൾ ബങ്കിലേക്ക് വന്നേക്കോട്ടെ. അത്യാവശ്യം വിശാലമായിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ സ്റ്റേ ചെയ്യാൻ കിട്ടുമായിരുന്നെങ്കിൽ സുഖമായിരുന്നു. നോക്കട്ടെ, ചോദിച്ചു നോക്കട്ടെ. പ്രതീക്ഷയൊന്നുമില്ല. കിട്ടാ കിട്ടി പോയാ പോയി അല്ലേ? സിമ്പിൾ. അത്രേ ഉള്ളു. സക്സസ്ഫുൾ ഗൈസ്. നമ്മള് ഇന്ന് ഇവിടെ സ്റ്റേ അടിക്കാൻ പോവാണ്. ഹാപ്പി ആയോ? ഇവിടെ എവിടെയെങ്കിലും ടെന്റ് അടിച്ചോളാൻ പറഞ്ഞു. ഈ കാണുന്ന പെട്രോൾ പമ്പില് നമുക്ക് സ്റ്റേ ചെയ്യുന്നതാണേ. ரொம்ப നന്ദി. ഇല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് കുറെ ദൂരം നടക്കണം കേട്ടോ. ഒത്തിരി ദൂരം നടക്കണം ഉള്ളിലോട്ട്. ഇപ്പൊ നമ്മള് ഏകദേശം ഒരു 3-4 കിലോമീറ്റർ നടന്നതിന് ശേഷം ഒരു ടൗണിൽ തന്നെ നമ്മള് വന്നത്. റോഡാണ് ഏതാ ഇത്രയും ഭാഗം പെട്രോൾ പമ്പാ? അത് ഇങ്ങനെ വണ്ടിക്ക് റെസ്റ്റ് എടുക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള. ഓ, വലിയ പെട്രോൾ പമ്പ് ഇല്ലേ? ഞങ്ങള് ഇത്രയും ദിവസം നടന്നിട്ട് ഇത്രയും വലിയ പെട്രോൾ ആദ്യമായിട്ടാണത്. റെസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തോണ്ടിരിക്കുവായിരുന്നു കേട്ടോ. ആ ടൈമിൽ നമ്മളെ കാണാൻ വേണ്ടി കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. ആയിക്കോട്ടെ. പേര് സ്ഥലമാണ് അവനോടെ വിനോദ്. ഇവര് നമ്മുടെ TVK മെമ്പർ ആയിട്ടുള്ള കച്ചിക്കാരുടെ ആൾക്കാരാട്ടോ. ഇവിടുത്തെ ലോക്കലായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള പിള്ളേരാണ്. അപ്പൊ ഇവര് നമുക്ക് ഇവിടുത്തെ മിനിസ്റ്ററെ മുട്ടിച്ചേരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കിട്ടുവാണെങ്കിൽ ഭയങ്കര ഉപകാരമാണ്. നമ്മൾ ഇവരോട് കുറെ നേരം സംസാരിച്ച് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അവിടുത്തെ ഒരു V3 ഇരിക്കുന്നുണ്ടോ? V3 കുറച്ചു നേരം സ്റ്റണ്ടും ഫോട്ടോ ഒക്കെ എടുത്തോണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ക്രൗഡ് കൂടി കേട്ടോ. കുറച്ച് ആൾക്കാരുടെ കാണുന്നുണ്ട്. അപ്പൊ എല്ലാരും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നേക്കുന്നത് കേട്ടോ. എന്റെ കൊച്ചിന്റെ പവർ കണ്ടോ, 2 ബാഗും തൂക്കിക്കൊണ്ടാ പോകുന്നത്. നമ്മള് ഭക്ഷണം കഴിച്ചിട്ടോ. ഇതിന്റെ കവറും കാര്യങ്ങളൊക്കെ കെട്ടിവെച്ചേക്കാണ്. പയ്യന്മാരൊക്കെ ഉണ്ടല്ലോ, അമ്മമാരൊക്കെ പോയി. നമ്മളിനി അവിടെ പോയി ടെന്റ് അടിക്കാൻ പോവാണ്. ഗൈസ്, അങ്ങനെ ഞങ്ങൾ ടെന്റും കാര്യങ്ങളൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട്. കണ്ടോ, ഒരാൾ കിടന്നുറങ്ങണ്. അതേപോലെ കണ്ടോ ടെന്റ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നാളെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് നൈറ്റ്.